ഹലോ ഗൈസ്, ഹൗ ആർ യു? അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോണത് സ്വന്തം കയ്യിലിരിപ്പ് കാരണം ജോലി പോയ കുറച്ച് ബിരുദന്മാർ ഫാമിലി ഫാർമസി തുടങ്ങി. അപ്പോൾ ആ റോട്ടിൽ കൂടെ പോകുന്നവർക്കൊക്കെ ഈ ഫാർമസി കാണുമ്പോൾ ഒരു ഫാമിലിയും അവർക്ക് കെയർ കൊടുക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നാൻ വേണ്ടി അതിനനുസരിച്ചുള്ള ഒരു സൈൻ ബോർഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞു. പക്ഷെ അയാൾ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ഇതൊരു ഫാമിലി കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്ത പോലെ ഉണ്ട്. എന്നടാ പണി വെച്ചിരിക്കീങ്ക, തൂങ്ങി മരിച്ചെന്നില്ലേ? അങ്ങനെ അയാളെ പണി പോയി എന്നാണ് കേട്ടത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാർക്കിൽ ഉണ്ടാക്കിയതാണ്. എനിക്ക് തോന്നുന്നു ഇതുണ്ടാക്കിയ കുട്ടികളെ വെറുക്കുന്ന ഒരു സൈക്കോയാണെന്ന് തോന്നുന്നു. വലിയ കാര്യത്തിൽ ഇവരൊരു ചാനലിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ലാപ്ടോപ്പ് കമ്പനിക്ക് പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി ലാപ്ടോപ്പിന്റെ ലോഗോയും മറിച്ചു. പക്ഷേ ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വാതിലവിടെ വെച്ചിട്ട് ഇപ്പുറത്ത് ജനലിന്റെ അവിടെ സ്റ്റെപ്പ്. ഇതിന്റെ മുതലാളി കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളാന്ന് തോന്നുന്നു. സ്റ്റെപ്പ് കയറി ജനലിന്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞു കയറുക, അല്ലെങ്കിൽ ഓടി വന്ന് വാതിൽ തുറന്ന് അതിൽ കൂടെ ചാടി കയറുക. ഇത് പണിതവന് അന്നേ അമേരിക്കയിൽ നിന്ന് അടിച്ചു ഓടിച്ചതാണ്. അവിടുന്ന് ഓടിയിട്ട് അവൻ കേരളത്തിൽ എത്തിയെന്നാണ് കേട്ടത്. എനിക്ക് വന്ന് പാലാരിവട്ടം പാലമൊക്കെ പണിതപ്പോ അതില് ചിലപ്പോൾ ഇവന്റെ കൈകളൊക്കെ ഉണ്ടാവും. ബാത്റൂം സിങ്ക് ഡിസൈൻ ചെയ്തതാണ്. വൗ, ആ ബേസിലേക്ക് മാത്രം വെള്ളം വീഴുന്നില്ല. ചൈനീസ് സിനിമയുടെ സബ് ടൈറ്റിൽ ഡൗൺലോഡ് ചെയ്തതാണ്. പക്ഷെ ഒരു ബിരുദം കാണിച്ചു വെച്ചതാണെങ്കിൽ എവിടെ ചൈനീസ് ഭാഷ പറയുന്ന അവിടെ സ്പീക്സ് ചൈനീസ് എന്ന് ഇട്ടുവച്ചു. സബ് ടൈറ്റിലിന് ഒരുപാട് നന്ദി. എന്താണോ കാണിച്ചു വെച്ചിരിക്കുന്നത്? സാറേ, ഇത് സിമ്പിളാണ്. നമുക്ക് സൈഡത്തെ കമ്പിയും ചില്ലൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞാൽ ഫാന് കറക്റ്റായിട്ട് കറങ്ങും സാറേ. വൗ, എജാതി ടൈമിങ്. 5 മണിയായാൽ 4 മണിന്ന് കാണിക്കും, 4 മണിയായാൽ 5 മണിന്ന് കാണിക്കും. ഇവന്റെ സമയം ശരിയല്ല. ഈ ക്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞ പാടെ ഇവൻ അപ്പുറത്ത് കൺസ്ട്രക്ഷൻ പണി ഉണ്ടായിരുന്നു. സാറല്ലേ 4 മണിക്ക് എത്താൻ പറഞ്ഞേ? ഞാൻ 5 മണിക്ക് തന്നെ എത്തി. ആഹാ, പ്രൊജക്ടറും ഫാനും രണ്ടും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് വേണ്ട. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? ഫാന് കറങ്ങുമ്പോൾ പ്രൊജക്ടർ പൊട്ടി വീഴും. ഒരു നെസ്ലേൻ്റെ ഒരു ഐസ്ക്രീമിൻ്റെ പരസ്യമായിരുന്നു. പക്ഷെ ഇങ്ങനെ തിന്നുന്ന ഐസ്ക്രീം ഏതാണെന്ന് അറിയാത്ത. അതെങ്ങനെ വേണം തിന്നാം, അതിന് വേറെ നിയമമൊന്നുമില്ല. സ്പൈഡർമാൻ്റെ കപ്പാണ് ഗൈസ്. ഇത് കണ്ട ബാറ്റ്മാൻ ഉറപ്പായിട്ട് തൂങ്ങിച്ചാവും. ആഹാ, ഡോറ് പണിത് നല്ല സ്റ്റൈലായിട്ടുണ്ട്. എംനാൾഡ്സ് മെക്ഡോ. ആരാ ഇത് ചെയ്തേ? ഒരു ഇത്രയും വലിയ ബോർഡ് എങ്ങനെയാടാ ഇവൻ ഇങ്ങനെ ആക്കി കളഞ്ഞേ? ഇത് സലിംകുമാർ മെൽക്കവ് എഴുതിയ പോലെ ആയിപ്പോയി. ഫോളോ അസ് ടു ക്വാളിറ്റി പാർക്കിംഗ്. വൗ, ഇജാദ് പാർക്കിംഗ്. പാർക്കിങ്ങിന്റെ കമ്പനി തന്നെ പാർക്ക് ചെയ്ത് ഇങ്ങനെയാണ്. ബാക്ക് ടു സ്കൂൾ ഗൈസ്, ഒരു മാളിലുള്ള ഒരു സെക്ഷനാണ് ബാക്ക് ടു സ്കൂൾ എന്നും പറഞ്ഞിട്ട് കൊടുത്താ. ഇതെന്താ അസുരനോ? സ്കൂളിൽ പോകുന്നതിനെ വെട്ടിക്കൊല്ലാനാണോ? ഇതെന്താ ടൂൾ ബോക്സ് മൊത്തം ഉണ്ടല്ലോ. ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നില്ലേ? ഏത് സ്കൂളിലാണ് ഇങ്ങനെ? തീവ്രവാദികൾ പഠിക്കുന്ന സ്കൂളാണെന്നാ തോന്നുന്നത്. ഫ്രീ വൈഫൈ കൊടുക്കുന്ന ഒരു സ്ഥലം, പക്ഷെ ഫ്രീ വൈഫൈനേക്കാളും തിരക്ക് അവിടെ ഉണ്ടായി. എന്താണ് അവിടെ സംഭവിച്ചത്? ഫ്രീ വൈഫൈ എന്ന് കൊടുക്കുന്നതിന് പകരം ഫ്രീ വൈഫ് എന്ന് കൊടുത്തേക്കുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ കല്യാണം കഴിയാൻ ഇത്രയും പേരുണ്ടെന്ന് മനസ്സിലായത്. വീൽ ചെയറിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന വേ ആണിത്. വീൽ ചെയറിന് എന്താ ഓഫ് റോഡ് കാണിക്കാനാണോ ഇതിലെ പോണ്ടേ? ചിക്കൻ ഓക്കെ, പിഗ് ഓക്കെ, മിൽക്കോ? അതെന്ത് ജീവിയാടാ? മിൽക്ക് തരുന്ന ജീവിനെ അറിയില്ല. പശുവിനെ അപമാനിച്ചു. നോർത്ത് ഇന്ത്യ ആണെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. ഇതിപ്പോ കമ്പനിയുടെ പരസ്യത്തിനേക്കാൾ കൂടുതൽ അവളുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അവളുടെ ചിരി കണ്ടില്ലേ? വാവ്, ടൈറ്റാനെ പോലെ ഉണ്ട്. കറക്റ്റ് സ്ഥലത്താണ് ഇവര്
ബാസ്ക്കറ്റിന്റെ പിടിപ്പിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ജനൽ അല്ലെങ്കിൽ ബാസ്ക്കറ്റ്. ഉണ്ടാക്കിയവന്റെ പണി ഏതായാലും പോയി. ഗൈസ്, ഇങ്ങനെ പുഷ് ചെയ്തിട്ടുള്ള ഡോറുകളൊക്കെ ഇപ്പോൾ ഒരുപാട് ഷോപ്പുകളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതുപോലത്തെ ഒരു ഡോറ് പുഷ് ചെയ്യണോ പുള്ള് ചെയ്യണോ? പുഷ്. ഗൈസ്, നേരത്തെ പോലെ കുട്ടികളോട് വെറുപ്പുള്ള മറ്റൊരുത്തൻ വണ്ടർലേ ആവും അതിലെ പോന്നാല്. ഗൈസ്, ഇതൊരു പസിലാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ടിൽ കൂടെ വന്ന് ഫിനിഷ് കയറാം. കഷ്ടപ്പെട്ട് അത്രയും ഭാഗം ഉണ്ടാക്കിയവനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് സം ജോബ് ഫെയിൽസ്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ബൈ.